നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ 2026 വർഷം മെയ് 16 മുതൽ 31 വരെയുള്ള ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവും സുഖപ്രദവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് തിരുവോണം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ഫലമാണ്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസ കാര്യത്തിലും പഠന കാര്യത്തിലും പരീക്ഷകളുടെ കാര്യത്തിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഏതൊരു കാര്യം ചെയ്യുന്ന ആൾക്കും നമ്മളിപ്പോൾ പ്രയത്നിക്കുന്നതിലും കൂടുതൽ പ്രയത്നം ആവശ്യമായിട്ട് വരുന്നുണ്ട്. കഠിനമായിട്ടുള്ള ഒരു പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം സ്വന്തമാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഉഴപ്പ് കാണിക്കരുത്. ഒരു അലസതാ മനോഭാവം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഠന വിഷയങ്ങളില് നിങ്ങളുടെ ചില സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളൊക്കെ ഉദിക്കുന്നതാണ്. ഈ ആശയങ്ങള് തൊഴിലിനെ കുറിച്ചാവാം, സ്വയം തൊഴിലാകാം, പല രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് ഉദിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഈ ആശയങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പ്രാവർത്തികമാക്കി എടുക്കുവാനായിട്ട് ഒരു 30-35 ദിവസത്തെ കാലതാമസം വരുന്നുണ്ട്. ഏകദേശം ഒരു ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ഉപരിപഠനത്തിനൊക്കെ ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില നിയന്ത്രണങ്ങളൊക്കെ ഈ ഉപരിപഠനത്തിൽ നിങ്ങൾക്ക് ഉപാധികളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കഴിയുന്ന ഉപാധികളാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഈ ഉദ്യോഗത്തിലൊക്കെ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ആദ്യ കാലഘട്ടങ്ങളിലെ ചെറിയ യാത്രാക്ലേശവും ദൂരദേശവാസവും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഉദ്യോഗത്തിൽ ഉയർച്ച നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഉയർച്ചയോടൊപ്പം തന്നെ ചെറിയ യാത്രാക്ലേശം, ദൂരദേശവാസം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വിഘാതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചില ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾ ആത്മധൈര്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ അതിജീവിക്കാവുന്നതാണ്. പക്ഷെങ്കിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചില ആളുകളുടെ വാക്കുകളും പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ചില അപമാനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ശ്രദ്ധയാണ് ഇവിടെ ആവശ്യമുള്ളത്. ആ വിഷയങ്ങളെ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യാതെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് പ്രവർത്തനം ചെയ്യുക. ഹൃദയം കൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത്. അത് അപകടകരമാണ്. നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്കൊക്കെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം നിങ്ങൾ തേടുന്നതാണ്. വളരെ ഗഹനമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ട് അവതരിപ്പിക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മോചനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആദരവും വിനയവും നിറഞ്ഞ സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ്. ചില അന്ധമായിട്ടുള്ള വിശ്വാസം നിങ്ങളെ അബദ്ധത്തിലേക്ക് എത്തിക്കുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കേട്ട് അതിന്റെ അഭിപ്രായം കൂടി ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അത് ബിസിനസ് ആയാലും നിങ്ങളുടെ കർമ്മമേഖല ഏതാണോ അതില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പ്രതീക്ഷിച്ച ഒരു നേട്ടം നിങ്ങൾക്ക് നേടാനാവില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് ജന്മനാട്ടിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവര് ജന്മനാട്ടിൽ പോവുകയും കുടുംബക്ഷേത്രത്തിൽ തൊഴുന്നതും ഒക്കെ നല്ലതായിരിക്കും. മറ്റ് അന്യമതസ്ഥരാണെങ്കിൽ ജന്മനാട്ടിൽ പോവുകയും അവിടെ നിങ്ങളുടെ മതപരമായിട്ടുള്ള ഏത് ക്ഷേത്രമാണോ ഏത് ആരാധനാലയമാണോ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കർമ്മമേഖലയിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാധ്യത വളരെ കുറവാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് താരകാസ്ഥിതി അത്ര നല്ലതല്ല. കലാകായിക രംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പരിശീലനം തുടങ്ങിയാൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പ്രയാസരഹിതമാകുന്നതാണ്. അധികൃതരുടെ ആജ്ഞയൊക്കെ നിങ്ങൾക്ക് അർദ്ധ മനസ്സോടുകൂടിയൊക്കെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ കടം വാങ്ങുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കടം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും അതിന് രേഖകൾ ഉണ്ടാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ കൂടുതൽ വാങ്ങി അല്ലെങ്കിൽ കൂടുതൽ പണം നിങ്ങൾ തിരിച്ചു നൽകേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു രേഖ
വാക്കാലല്ലാതെ പേപ്പറിൽ ആക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപരിചിതരുമായിട്ട് വലിയ ആത്മബന്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ല. അപരിചിതരുമായിട്ട് ആത്മബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണനഷ്ടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ തിരുവോണം നക്ഷത്രക്കാര് വളരെ ശ്രദ്ധയോടുകൂടി ഈ മെയ് 16 മുതൽ 31 വരെ പോകേണ്ടതാണ്. കാരണം ചില പണനഷ്ടങ്ങളും ചില അപമാനങ്ങളും ഒക്കെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം മാറി കിട്ടുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇത് മാറി കിട്ടുന്നതാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇതില് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.